അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീനം കൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ. ഹായ് ഹലോ, അപ്പം ഇന്നൊരു പൂരവിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ചെർപ്പളശ്ശേരി ആറകുന്നത്തുകാവ് പൂരാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ മുത്തപ്പൻകാവിൽ നിന്നും ആറകുന്നത്തുകാവിലേക്ക് കാളയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മളെ അമ്മ വീട്ടിലാണ് കേട്ടോ, എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. അത് വല്യമ്മയാണ്, വല്യമ്മ ദാ ക്യാബേജ് ഉപ്പേരിക്കുള്ള പ്രിപ്പറേഷനിലാണ്. അമ്മായിയാണ്, അപ്പോൾ അമ്മായി അവിടെ തേങ്ങ ചരുകാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ കുട്ടികളെ കൂടി ബിസിയായിരുന്നു കേട്ടോ. കുട്ടികൾ എന്തൊക്കെയോ നോക്കും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ ഇന്ന് ട്രോളുണ്ട്, അപ്പോൾ ഞാൻ അതിനും ട്രോളുണ്ട് കേട്ടോ. പിന്നെ മാമനായാലും അമ്മായി ആയാലും എല്ലാവരും ഇതേ നമ്മൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് തരുന്നത്. അപ്പോൾ അവരൊക്കെ വീഡിയോയിൽ വന്നിട്ട് ഒരു ആയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ. പിന്നെ ഇതാ എല്ലാവരും ഇതേ കേട്ടോ, അടുക്കളയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയും ആൾക്കാരായിരുന്നു. പിന്നെ ഇതാ അമ്മ ദാ അവിയൽ ഇളക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലത്തെ നമ്മളെ പായസം. അപ്പോൾ പായസം ഇടയ്ക്ക് എല്ലാവരും പോയി മാറി മാറി ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയില്ല, ഒത്തുകൂടി കഴിഞ്ഞാൽ എല്ലാവരും വട്ടണഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടുവിശേഷം നാട്ടുവിശേഷമൊക്കെ ഇരുന്ന് പറയും. അപ്പോൾ അത് ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെണ്ടക്കൊട്ടുകാരല്ല, നമ്മുടെ ഡോളുകാർ വന്നത് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി അവിടെ പോയിട്ട് കൊട്ടാൻ പോയി നിന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കൊട്ടാൻ വേണ്ടിയിട്ട്. അവളെ കളിക്ക് വിട്ടു കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ അവർ നമ്മളെ പന്തലിൽ കൊട്ടുകയാണ് എല്ലാവരും. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൊട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ തുമ്പിക്കുട്ടി കുറേ നേരം ആ വെയിലത്ത് നിന്ന് കളിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവളെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കൊട്ടുകാർ വന്നിട്ട് അവരിങ്ങനെ കൊട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പണിയൊക്കെ ഒരുങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മൾ കൊട്ടുകാരവിടെ വന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമാവണം കേട്ടോ. അപ്പോൾ അവർ കൊട്ടിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരു റൗണ്ട് പോയിട്ട് വരാം. നമ്മൾ കൊട്ടിയിട്ട് നമ്മളെ അടുത്തുള്ള പ്രദേശത്ത് കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരണമല്ലോ. അപ്പോൾ അതാ അവർ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഇതാ നമ്മൾ തയ്യാറാക്കി എല്ലാതും ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ അവിയലുണ്ടായിരുന്നു, ക്യാബേജ് ഉപ്പേരി, സാമ്പാർ, അതുപോലെ മത്തങ്ങയും പയറും ഓലൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ സദ്യ വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൊട്ടുകാരെയും കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മാമ്മമാരൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളിന്ന് കഴിച്ചോ, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അകത്തിക്കും തിരക്കും ആവുമല്ലോ, പിന്നെ നമുക്ക് വിളമ്പി കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മമാരായാലും അവർ കൈപ്പുണ്യം കൊണ്ട് ഉണ്ടാക്കി തരുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വീട്ടിൽ പോയി. ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ പൂരം അലമ്പാവുമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാൽ കൂടി നമ്മുടെ കാളയെ എടുക്കുമ്പോൾ ദൈവം സഹായിച്ചിട്ട് ഒരു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. ഒരു പ്രത്യേക വെളിച്ചം, നമ്മൾ മഴക്കാർ ഇങ്ങനെ മൂടിയിട്ട് പിന്നെ പെയ്യൊന്നും ചെയ്തില്ല കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ നമ്മുടെ കാട് വെളിച്ചത്തിനായിട്ട് നമ്മളിങ്ങനെ തുള്ളി കളിച്ച് പോകണത്. പിന്നെ കൊട്ടുകാരെ അടിപൊളി കൊട്ടായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് കൊട്ടിയായിരുന്നു. പിന്നെ നമ്മളെ എതിർവശത്തെ ടീമുമായിട്ട് ഒരു മത്സരമായിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നായിരുന്നു, ചേച്ചിമാരും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സംസാരിച്ച് ചില്ലടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി അമ്മമ്മയും കൂടിയിട്ട് അവിടെ നിങ്ങൾ കണ്ടോന്നറിയില്ല, നേരെ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടി പേടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ നമ്മളെന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് കണ്ടത് കേട്ടോ. അമ്മ പറഞ്ഞിരുന്നു തുമ്പിക്കുട്ടി പേടിച്ചോന്ന്, ഞാനത് ശ്രദ്ധിച്ചായിരുന്നില്ല. അങ്ങനെ തുമ്പിക്കുട്ടി അമ്മമ്മയും കൂടിയിട്ട് നല്ല കളിയാണ് കേട്ടോ. അച്ഛനും ഏട്ടനും വന്നായിരുന്നില്ല. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഞങ്ങളെ കൂടെയൊക്കെ നിൽക്കാനേ പാകമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ, നമ്മളെ വേറെ ടീംസ് ഉണ്ടായിരുന്നു, 5-6 ടീംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന്. അങ്ങനെ പിന്നെ കളിപ്പാട്ടങ്ങൾ പിന്നെ പൂരപ്പറമ്പിലല്ലാതെ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയൊന്നും അങ്ങോട്ട് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളിപ്പം തന്നെ ഗവനിച്ചാൽ റെഡി ആവില്ലല്ലോ. ശ്രദ്ധിക്കാത്തത് വേറെ ഒന്നുമല്ല, നമ്മൾ നേരെ ഇത് കഴിഞ്ഞാൽ പൂരപ്പറമ്പിക്കാണ് പോണത്. അപ്പോൾ ഇതിനും വലിയ ഐറ്റംസ് ആവട്ടോ അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പം തന്നെ ഗവനിച്ചാൽ അത് റെഡി ആവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൊട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടനും അച്ഛനും കൂടിയിട്ട് വരുന്നത്. പിന്നെ ഒന്നുകൂടി എനർജി ആയിട്ടോ. പിന്നെ അച്ഛൻ്റെ തോളത്തിരുന്ന് കളിക്കുക തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കൊട്ടി. പിന്നെ ഓരോ ടീം ഇങ്ങനെ പോക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മേമ്മമാരടുത്തേക്ക് ചാടിയിട്ട് നമ്മുടെ തുമ്പിക്കുട്ടി പിന്നെ കളി തന്നെയായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ അവൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും. പിന്നെ അനിയത്തിമാർ കൊണ്ടുപോകും, പിന്നെ ഏട്ടെടുക്കും, അമ്മ എടുക്കും, അച്ഛനെടുക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ഇതൊക്കെ ഒരു ത്രില്ല്. പിന്നെ ഏട്ടനും അറിയാതെ കളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കാളയുടെ പേര് പ്ലാക്കോഡൻസ് ആയിരുന്നു കേട്ടോ. മുത്തപ്പ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു നമ്മുടെ കാള. അങ്ങനെ പിന്നെ നമ്മളെ മാമനാണിത്, അവളെ തുമ്പുചെന്നാണ് വിളിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കളിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ കാളയുടെ ഒപ്പം തന്നെയാണ് വന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ അമ്പലത്തേക്ക് പോകാറ് കേട്ടോ.
പിന്നെ നമ്മൾ കമ്മൽ കടയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഞാനും അങ്ങോട്ടൊന്ന് നോക്കി നിന്നു. പിന്നെ ഞാൻ കമ്മലുണ്ടെങ്കിൽ നോക്കി നിൽക്കാനേ ഉള്ളൂ, ഞാൻ വാങ്ങൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളകൾ വാങ്ങും കേട്ടോ. വളകൾ എനിക്ക് ഭയങ്കര ക്രേസാണ്, കുപ്പി വളകൾ കേട്ടോ. അങ്ങനെ വാങ്ങാറുണ്ട് എല്ലാ കൊല്ലവും പൂരത്തിന്. അപ്പോൾ നമ്മളെ പൂരം ആറകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അവിടുത്തെ ആർച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചതാ നമ്മളെ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് തിരയും പൂതനൊക്കെയുള്ള കളികളാണ് അധികം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കുറേ നേരം നോക്കി നിന്നു. ഈ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കണ്ണിന് കുളിർമ തന്നെ ഒരു കളിയാണ്. കാരണം ഇത് നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. അവരുടെ ആ ഓരോ നൃത്തങ്ങളും നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കുറേ നേരം ഞങ്ങളെല്ലാവരും കേട്ടോ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കളി. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഓരോ ഷോപ്പൊക്കെ അങ്ങനെ നോക്കി. പിന്നെ ഞങ്ങളിങ്ങനെ പോയിട്ടോ, ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറേ നേരം ഉണ്ടാവും കേട്ടോ കളി. പിന്നെ ഓരോ കൂട്ടുകാർ ഇങ്ങനെ ലാസ്റ്റ് ഓരോരോ സെറ്റുകാർ ഇങ്ങനെ കളിച്ചിട്ടും കൊട്ടിയിട്ടൊക്കെ പോകണമെന്നാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാളകൾ ഇങ്ങനെ തൊഴിച്ച് കൊടുത്ത് നിർത്തണ ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മതിലിൻ്റെ അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് പൂരമാണ്, ഈ കൊല്ലത്തെ ലാസ്റ്റ് പൂരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊക്കെ ഈ ചെറുപ്പത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആകുമ്പോൾ ഇത് ലാസ്റ്റ് നിൽക്കാൻ വരവാകും കേട്ടോ. നമ്മളെ പൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-1.5 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വർക്കല്ലേ, പിന്നെ അതിൻ്റെ തിരക്കിലൊക്കെ ആകും. അപ്പോൾ ഭയങ്കര വിഷമമാണ്, അടിച്ചു പൊളിക്കണ ഒരു പൂരം കൂടിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു പൂരമാണ് ആറകുന്നത്തുകാവ് കേട്ടോ. പിന്നെ നമുക്ക് സമാധാനപരമായിട്ട് എല്ലാവരും അറിയണവരാണ് കേട്ടോ. കുറേ പേര് അറിയണവരെ കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ തുമ്പിക്കുട്ടി അവിടെ നിന്ന് പേടിച്ച പാവക്കുട്ടിയാണ് കേട്ടോ അത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൾ റെഡിയായി, അതിനോട് പിന്നെ കളിയും ചീരിയൊക്കെ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ കാളുകളെന്നൊക്കെ തൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ നേരം അങ്ങനെ കണ്ടു നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കടലയും മറ്റേ നമ്മുടെ പോപ്കോണും ഇതൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്ലാക്കോഡൻസിൻ്റെ കാള വരുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാക്കോഡൻസ് എല്ലാവരും കൂടിയിട്ട് അച്ഛനും മാമന്മാരും വെളിച്ചന്മാരും എല്ലാവരും കൂടിയിട്ട് നമ്മളെ കാളേനെ തൊഴിക്കാൻ വേണ്ടി കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ ലാസ്റ്റ് പൂരമാണ്. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയതിനും രാവിലെ വന്ന് ഞങ്ങൾ തൊഴുതു കേട്ടോ. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആറകുന്നത്തുകാവിൻ്റെ അവിടെയാണ് കേട്ടോ ബസ് ഇറങ്ങുക. അവിടെ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ അമ്മമ്മോടേക്ക് പോയത്. അപ്പോൾ എല്ലാത്തിനും പറ്റി, തൊഴാനും നമുക്ക് പൂരത്തിന് പങ്കെടുക്കാനും എല്ലാത്തിനും പറ്റി. അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാക്കോഡൻസ് എല്ലാവരും കൂടിയിട്ട് നമ്മളെ കാളേനെ തൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല സന്തോഷമല്ലേ. ഇനിയിപ്പോൾ ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് നമുക്ക് എല്ലാ പൂരത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പ്ലാക്കോഡൻസിനെ തൊഴിച്ചിട്ട് നമ്മളെ എല്ലാ കാളേനെയും വരിയായിട്ട് കണ്ടോ, എല്ലാ കാളേനും ഓർഡറിൽ നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കാളേനെ തൊഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബദാം മിൽക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്, കുൽക്കി സർവത്ത്. അപ്പം നമ്മളും ഓരോ ബദാം മിൽക്കൊക്കെ വാങ്ങി കുടിച്ച് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ പൊരിയും പൂരസാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എനിക്ക് അമ്മ കുപ്പിവെള്ളം വാങ്ങി തന്നു കേട്ടോ. അതെന്നെ വാങ്ങിയുള്ളൂ, കമ്മലൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.